അഴീക്കോട് മയിലാടത്തരം ശ്രീ ഇളങ്കരുമകൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഞായറാഴ്ച കലവറ നിറക്കൽ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. അഴീക്കോട് മയിലാടത്തടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി കോവിലിൽ നിന്നും താലപ്പൊലിയേന്തിയ ബാലികാ ബാലന്മാരുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തിയും കൂടി ആചാര്യ വരണം നിർവഹിച്ചു. 6 മണിക്ക് ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കൂടൽവള്ളി കേശവൻ നമ്പൂതിരി പയ്യന്നൂരാണ്. സഹാചാര്യന്മാരായി ബ്രഹ്മശ്രീ ഇടമന വാദ്യാൻ ഈശ്വരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കോറമംഗലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരുമുണ്ട്. തുടർന്ന് ബ്രഹ്മശ്രീ കൂടൽവള്ളി കേശവൻ നമ്പൂതിരി പയ്യന്നൂർ ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തും. വരും ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമ ജപം, ഗ്രന്ഥപൂജ, പാരായണവും പ്രഭാഷണവും, പ്രസാദഭോജനം, നാരായണീയ പാരായണം, ഭാഗവത പാരായണം എന്നിവ നടക്കും. മെയ് 11 മഹാപ്രസാദ ഊട്ടോടുകൂടി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സമാപിക്കും. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു മഹായജ്ഞത്തിൽ പങ്കാളികളാവാൻ സാധിക്കുക എന്നുള്ളത് തന്നെ മഹാപുണ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഗുരുപരമ്പരയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സാക്ഷ്യമാണത്. അതിനെ പരിപോഷിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കാം. ഈ മഹാമൃതം വേണ്ടുവോളം ശ്രവിച്ച് അതിനെ മനനം ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടുക എന്നാണ് ഭാഗവതം പറയുന്നത്, ഗുരുവായൂരപ്പൻ പറയുന്നത്. ആ ഭക്തി നമ്മുടെ ഉള്ളിൽ നല്ലോണം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വൈശാഖ മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടൊരു കാലം